ഭാവന, റഹ്മാൻ, ഷെബിൻ ബെൻസൺ, അർജുൻ ലാൽ, സുമിത് നവൽ എന്നിവർ അഭിനയിച്ച റിയാസ് മാരാത്ത് എഴുതി സംവിധാനം ചെയ്ത അനോമി എന്ന സിനിമയുടെ ക്ലൈമാക്സ് വിശദീകരണമാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. കൂടുതലും സിനിമയിലെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, സയൻസ് ഫിക്ഷൻ ഭാഗങ്ങൾ വിശദീകരിക്കുവാനാണ് ശ്രമിക്കുന്നത്. സിനിമയുടെ കഥ വളരെ ചുരുക്കത്തിലൊന്ന് പറയാം. വ്യത്യസ്തമായ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന 3 പേരുടെ കൊലപാതകങ്ങൾ ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥയും പോലീസ് സംഘവും വ്യത്യസ്തമായ രീതികളിലൂടെ അന്വേഷിക്കുകയും അവസാനം കുറ്റവാളിയെ കണ്ടെത്തുകയും ചെയ്യുന്നു. ഈ കൊലപാതകങ്ങൾ ചെയ്ത ആളിൻ്റെ ഞെട്ടിക്കുന്ന ന്യായീകരണങ്ങളാണ് സിനിമയുടെ ഹൈലൈറ്റ്. അനോമി കാണാത്തവർ എന്തായാലും കാണുക. പ്രൈമിൽ അവൈലബിൾ ആണ്. അതിനുശേഷം വീഡിയോ കാണണമെന്ന് അപേക്ഷിക്കുന്നു. സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ മരണപ്പെട്ട ജെസ്സിയുടെ ഡയറിയിൽ എഴുതി വെച്ചിരുന്ന റിസർച്ച് റിസൾട്ടായിരുന്നു. ഇത് കൊലപാതകങ്ങൾ ചെയ്ത സഞ്ജയുടെയും ആൽബിയുടെയും ന്യായീകരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ റിസൾട്ട് ഇതായിരുന്നു: സോ ഇഫ് സംവൺസ് ഹാർട്ട് ബീറ്റ് ഈസ് സ്റ്റോപ്ഡ് ബൈ പ്രൊപ്പഫോൾ ഇൻഫ്യൂഷൻ and EEG and MRI are taken meanwhile, person will develop near-death experience with elevated serotonin level and an active amygdala and hippocampus region. അതായത് പ്രൊപ്പഫോൾ ഇൻഫ്യൂഷൻ മൂലം ഒരാളുടെ ഹൃദയമിടിപ്പ് നിലയ്ക്കുകയും ആ സമയത്ത് EEG, MRI പരിശോധനകൾ നടത്തുകയും ചെയ്താൽ സെറോട്ടോണിൻ്റെ അളവ് വർദ്ധിച്ച അവസ്ഥയിലും അമിഗ്ഡാല, ഹിപ്പോക്യാമ്പസ് എന്നീ മസ്തിഷ്ക ഭാഗങ്ങൾ സജീവമായിക്കൊണ്ട് ആ വ്യക്തിക്ക് മരണത്തോടടുത്തുള്ള അനുഭവം അഥവാ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടാകും. ഈ റിസർച്ചിനെയാണ് മെഡിക്കൽ കോളേജിലെ അധ്യാപകർ വളരെ വലിയൊരു ഇന്നോവേറ്റീവ് കണ്ടെത്തലാണെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ സത്യത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഹൈപ്പോത്തറ്റിക്കലി പോലും അക്യുറേറ്റ് അല്ല. ചില കാര്യങ്ങൾ ശരിയാണെങ്കിലും മൊത്തത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല. കൂടുതൽ പണം അച്ചടിക്കുന്നത് ഒരു രാജ്യത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നു എന്നതുപോലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണിത്. ശരിയാണെന്ന് തോന്നും, പക്ഷെ തെറ്റാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ 2 വശങ്ങൾ പറയാം. ഒന്ന് യഥാർത്ഥ സയൻസും, 2 സിനിമയിലെ ഫിക്ഷൻ ഭാഗവും. യഥാർത്ഥ സയൻസ് ഇങ്ങനെയാണ്: പ്രൊപ്പഫോൾ എന്ന കെമിക്കൽ ശരീരത്തിലേക്ക് ഒരു പരിധിയിൽ കൂടുതൽ കുത്തിവെച്ചാൽ ഹൃദയമിടിപ്പ് നിൽക്കും എന്നത് ശരിയാണ്. EEG എടുക്കുന്നത് ന്യൂറോണുകളുടെ, അതായത് നാഡീകോശങ്ങളുടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മനസ്സിലാക്കുവാനും MRI എടുക്കുന്നത് തലച്ചോറിൻ്റെ ഘടന മനസ്സിലാക്കുവാനുമാണ്. അതിലൂടെ മനുഷ്യൻ്റെ ഇമോഷണൽ ബാലൻസിനെ സ്വാധീനിക്കുന്ന സെറോട്ടോണിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ് അറിയാൻ കഴിയില്ല. ഹാർട്ട് നിന്നതിന് ശേഷം EEG എടുക്കുന്നത് തലച്ചോറിലെ വ്യത്യസ്ത വേവുകൾക്കുണ്ടാകുന്ന മാറ്റം മനസ്സിലാക്കാനാണ്. ഇത് റിസർച്ചിൽ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ട്. പക്ഷേ MRI എടുക്കുന്നത് തന്നെ ഒന്നെങ്കിൽ തലച്ചോറിൻ്റെ ഘടന മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ആക്റ്റീവായ ഭാഗങ്ങളുടെ പ്രവർത്തനം മനസ്സിലാക്കാൻ. കാർഡിയാക് അറസ്റ്റ് ഉണ്ടായാൽ രക്ത ഓട്ടം നിലയ്ക്കും. അപ്പോൾ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റികൾ ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് MRI എടുക്കുന്നത്? ഇനി അടുത്ത വാചകം കൂടി ചേർത്ത് വായിച്ചാൽ, ആ സമയത്ത് EEGയോ MRIയോ എടുത്താൽ സെറോട്ടോണിൻ്റെ അളവ് കൂടിയതായി കണ്ടെത്താൻ കഴിയില്ല. സെറോട്ടോണിൻ്റെ അളവ് ലൈവായി കണ്ടെത്താൻ മൈക്രോ ഡയാലിസിസ് പോലെയുള്ള മറ്റൊരു മാർഗ്ഗം ഉപയോഗിച്ചാൽ സാധിക്കുമായിരിക്കും. പ്രൊപ്പഫോൾ ഇഞ്ചക്ട് ചെയ്താൽ സെറോട്ടോണിൻ അളവ് കൂടില്ല. ഇനി സെറോട്ടോണിന് മറ്റൊരു മരുന്ന് വഴി കൊടുക്കുക എന്നതും സെറോട്ടോണിനെ ഉത്തേജിപ്പിക്കുക എന്നതും നിലവിൽ സാധ്യമായൊരു കാര്യമല്ല. പിന്നെ അമിഗ്ഡാല, ഹിപ്പോക്യാമ്പസ് എന്നീ തലച്ചോറിൻ്റെ ഭാഗങ്ങൾക്ക് ഓർമ്മകളെയും വികാരങ്ങളുടെയും കാര്യത്തിൽ വലിയ റോളുണ്ട്. അമിഗ്ഡാല ഭയം, സന്തോഷം തുടങ്ങിയ വികാരങ്ങളെ പ്രോസസ്സ് ചെയ്യുകയും ഹിപ്പോക്യാമ്പസ് പുതിയ ഓർമ്മകൾ രൂപീകരിക്കുകയും ക്രമീകരിക്കുകയും ഒക്കെ ചെയ്യുന്നു. സ്ട്രോങ് ഇമോഷണൽ എക്സ്പീരിയൻസിനെ ലോങ് ടൈം മെമ്മറിയിൽ നിലനിർത്തുന്നത് ഈ ഭാഗങ്ങളാണ്. എന്ന് വെച്ച് ഈ രീതിയിൽ അറ്റാക്ക് വരുത്തിയ ഓർമ്മകളെ കൊണ്ടുവരാനൊന്നും കഴിയില്ല. പക്ഷേ ഈ ഒരു ഐഡിയ കൊണ്ടുവന്നതിനെ സമ്മതിക്കണം. ആളുകൾക്ക് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അഥവാ NDE ഉണ്ടാവണമെങ്കിൽ അതിൽ അവരുടെ വൈകാരികമായ ചിന്തകളും ഓർമ്മകളും ഉൾപ്പെട്ടിരിക്കണം. ഇത് രണ്ടും അമിഗ്ഡാല, ഹിപ്പോക്യാമ്പസ് എന്നീ ഭാഗങ്ങൾ കൊണ്ടാണ് സാധ്യമാവുക. എന്നെങ്കിലും ഇങ്ങനെയൊരു സംഭവം കണ്ടെത്തിയാൽ അതിൽ ഈ 2 ഭാഗങ്ങൾക്കും വലിയ പങ്കുണ്ടാവും. ഇതാണ് ഇതിലെ യഥാർത്ഥ സയൻസിൻ്റെ ഭാഗം. ഇനി ഇതിൻ്റെ ഫിക്ഷൻ ഭാഗം. സിനിമയിൽ ഇതിനെ വർക്ക് ചെയ്യിക്കുന്നതായി കാണിച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ്. വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ, ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങൾ, ഇത് കൊണ്ട് നടക്കുന്ന 3 മനുഷ്യർ, തുടർന്ന് ജീവിക്കണമെന്ന് പോലും ആഗ്രഹിക്കാത്ത 3 മനുഷ്യർ, അവരുടെ ആഗ്രഹങ്ങളെ പൂർണ്ണമായി നേടിയെടുത്തു എന്ന ചിന്ത മനസ്സിൽ നിറയ്ക്കുക, അവരെ സന്തോഷിപ്പിക്കുക. ഇതായിരുന്നു സത്യത്തിൽ ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന പ്രോജക്റ്റിലൂടെ സഞ്ജയും ആൽബിയും നേടിയെടുത്തത്. സത്യത്തിൽ അവരെ കൊല്ലണം എന്നുള്ള പ്ലാൻ ഈ 2 പേർക്കും ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. പിന്നെ ഈ ഒരു കാര്യത്തിൽ ഒരു സക്സസ് ഉറപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് മരിക്കാൻ തയ്യാറായ ആളുകളെ സെലക്ട് ചെയ്തു. സഞ്ജയും ആൽബിയും ചെയ്ത പ്ലാൻ ഇങ്ങനെയായിരുന്നു:
ഒരാളെ സെലക്ട് ചെയ്യുക, അവരെ ടേസർ ഉപയോഗിച്ച് ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് തട്ടിക്കൊണ്ടുപോവുക. ശേഷം കൂടിയ ഡോസിൽ ആൻറ്റി ഡിപ്രസൻ്റ് മരുന്ന് നൽകി ബോധം കെടുത്തി കൈയും കാലും കെട്ടി EEGയും MRIയും ലൈവായിട്ട് എടുത്തുകൊണ്ട് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ നിരീക്ഷിക്കുക. ഹൃദയമിടിപ്പ് നിർത്തുവാനായി പ്രൊപ്പഫോൾ എന്ന കെമിക്കൽ ഇഞ്ചക്ട് ചെയ്യുന്നു. ശേഷം ഡിഫിബ്രിലേറ്റർ ഉപയോഗിച്ച് കൃത്രിമമായി ഹൃദയത്തിന് ഇലക്ട്രിക് പൾസ് നൽകുക. ഹൃദയം ഒന്ന് മിടിക്കുമ്പോൾ രക്തമൊഴുകും. അപ്പോൾ ഉണ്ടാകുന്ന തലച്ചോറിലെ പ്രവർത്തനങ്ങളെ തത്സമയം നിരീക്ഷിക്കുക. അതോടൊപ്പം മനുഷ്യൻ്റെ വൈകാരിക സന്തുലിതാവസ്ഥ അഫക്റ്റ് ചെയ്യുന്ന സെറോട്ടോണിൻ കണ്ണിലൂടെ ഐ ഡ്രോപ്സ് വഴി നൽകുക. ഇതെല്ലാം ആവുമ്പോൾ കിടക്കുന്ന ആളിൻ്റെ തലച്ചോർ ഇതുവരെ ചെന്നെത്താത്ത തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ, അതായത് നിയർ ഡെത്ത് എക്സ്പീരിയൻസസിലൂടെ കടന്നു പോവുകയും അതോടൊപ്പം കോൺഷ്യസ്നെസ് പൂർണ്ണമായും ഡിജിറ്റലി രേഖപ്പെടുത്തി സൂക്ഷിക്കുകയും ചെയ്യുക. മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ബോധം കുറച്ചു നേരത്തേക്ക് നിലനിൽക്കുന്നു എന്നും ആ സമയം കൊണ്ട് പൂർണ്ണമായും ആ ബോധമണ്ഡലത്തെ ഡിജിറ്റലി സേവ് ചെയ്യാൻ കഴിയുമെന്നുമാണ് സിനിമയുടെ ഫിക്ഷണൽ പാർട്ട് പറയുന്നത്. ഇത് കൺവിൻസിംഗ് ആണ്. പക്ഷേ സിനിമയിൽ ഈ ഭാഗങ്ങൾ പറയുന്നത് ഒട്ടും സ്പൂൺ ഫീഡിംഗ് ഇല്ലാതെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ പരീക്ഷണത്തിനായി ഉപയോഗിക്കുമ്പോൾ കുറ്റവാളികൾ ചെയ്യുന്ന പരീക്ഷണങ്ങളുടെ കൃത്യമായ സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കുകയും അതോടൊപ്പം EEG, MRI, ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പ് ചെയ്യുകയും കൃത്രിമമായി ഹാർട്ട് ബീറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നതിൻ്റെ ആവശ്യകത, കണ്ണിലെ സെറോട്ടോണിൻ റിസപ്റ്ററുകളെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നതിൻ്റെ ആവശ്യം, എന്താണ് സെറോട്ടോണിൻ, എന്താണ് അമിഗ്ഡാല, എന്താണ് ഹിപ്പോ ക്യാമ്പസ് എന്നീ തലച്ചോറിൻ്റെ ഭാഗങ്ങളുടെ പ്രത്യേകത, ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ ഈ സിനിമ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നിരിക്കും. രസകരമായ മറ്റൊരു വസ്തുത എന്തെന്നാൽ ഇതിൻ്റെയൊക്കെ വളരെ അടിസ്ഥാനപരമായ സയൻസ് നമ്മൾ ഹൈസ്കൂളിൽ പഠിച്ചതാണ്. പിടിക്കപ്പെടുന്നതിന് മുൻപ് സത്യത്തിൽ അവർ ആ പരീക്ഷണത്തിൽ വിജയിച്ചിരുന്നു. സിയാൻ്റെ കോൺഷ്യസ്നെസ്സിനെ 100% ഡിജിറ്റലാക്കി കഴിഞ്ഞിരുന്നു. അതൊരു ഡിസ്പ്ലേ കാണിക്കുകയും ചെയ്തിരുന്നു. അത് മറ്റൊരു മെഷീനിലേക്കോ ഒരു ശരീരത്തിലേക്കോ കൊടുക്കാൻ കഴിയുമെന്നതാണ് സഞ്ജയ് പറയുന്നത്. നല്ല കിടിലൻ കൺസെപ്റ്റ്. ഇതാണ് സിനിമയുടെ ക്രൈമിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഫിക്ഷണൽ ഭാഗം. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തലച്ചോറിൻ്റെയും നാഡീവ്യവസ്ഥയുടെയും പ്രവർത്തനങ്ങളെ വിരലിൽ എണ്ണാവുന്ന ബയോളജിക്കൽ ഫാക്റ്റ് ഉപയോഗിച്ച് വിശദീകരിക്കുന്നതാണ് ഈ പറഞ്ഞ ഫിക്ഷണൽ പാർട്ടിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. ഇനി സിനിമയിലെ ഇൻവെസ്റ്റിഗേഷൻ ഭാഗം. ഒരേ കേസ് 2 പേർ വ്യത്യസ്തമായ വഴികളിലൂടെ അന്വേഷിക്കുന്നു. പോലീസിൻ്റെ അന്വേഷണവും കണ്ടെത്തലുകളും വളരെ പ്രാക്ടിക്കലായിരുന്നു. പക്ഷേ സാറയുടേത് അങ്ങനെയായി തോന്നിയില്ല. വിശദീകരിക്കാം. പോലീസിൻ്റെ അന്വേഷണം ഇങ്ങനെയായിരുന്നു. മരിച്ചുപോയ 3 പേരുടെയും മെഡിക്കൽ റെക്കോർഡുകൾ അനധികൃതമായി പോയ വഴി അന്വേഷിക്കുകയാണ് പോലീസ് ആദ്യം ചെയ്യുന്നത്. അതാത് ക്ലിനിക്കിലെ അറ്റൻഡർമാരാണ് റെക്കോർഡുകൾ പണത്തിന് വേണ്ടി ആർക്കോ കൊടുത്തത് എന്നറിയുന്നു. ശേഷം റെക്കോർഡുകൾ വാങ്ങിയ പ്രസാദ് എന്നയാളെ പൊക്കുന്നു. പക്ഷേ പ്രസാദ് അല്ല യഥാർത്ഥ പ്രതിയെന്നും പ്രസാദ് അതെല്ലാം മറ്റാർക്കോ നൽകിയെന്നും മനസ്സിലാകുന്നു. ശേഷം പ്രസാദിൽ നിന്നും മെഡിക്കൽ റെക്കോർഡുകൾ വാങ്ങിയ ആൾ പ്രസാദിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട പണത്തിൻ്റെ സോഴ്സ് അന്വേഷിക്കുന്നു. അതൊരു ക്യാഷ് ഡെപ്പോസിറ്റിംഗ് മെഷീൻ വഴിയാണെന്നും പണം ഇട്ടത് കുറ്റവാളി അല്ലെന്നും മനസ്സിലാവുന്നു. പണം നിക്ഷേപിച്ച അന്യസംസ്ഥാന തൊഴിലാളിയുടെ സഹായത്തോടെ രേഖാചിത്രം തയ്യാറാക്കുന്നു. അതോടൊപ്പം സമാന്തരമായി 3 ശവശരീരങ്ങൾ ഉപേക്ഷിക്കാൻ ഉപയോഗിച്ച വാഹനത്തിൻ്റെ പാത CCTV ഉപയോഗിച്ച് കണ്ടെത്തി അന്വേഷണം ഒരു സ്ഥലത്തേക്ക് ചുരുക്കുന്നു. പലയിടത്തായി അന്വേഷിച്ച് അവസാനം കൊലപാതകിയുടെ അടുത്തേക്ക് കൃത്യമായി എത്തുന്നു. രേഖാചിത്രം ഉപയോഗിച്ച് പ്രതിയെ ഉറപ്പിക്കുന്നു. സഞ്ജയ് ഹെഗ്ഡെയെ പിടികൂടുന്നു. ഇതൊരു പ്രാക്ടിക്കലായ അന്വേഷണ രീതിയും യുക്തിപരവുമായിരുന്നു. സഞ്ജയ് ഹെഗ്ഡെ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ഒരു പരിധിവരെ ബുദ്ധിപരവുമായിരുന്നു. പ്രസാദിൽ നിന്നും സഞ്ജയിലേക്ക് എത്താനുള്ള സാധ്യതയും കുറവായിരുന്നു. ATM വാഹനം ഉപയോഗിച്ചാൽ അത് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുമെങ്കിലും അങ്ങനെ ഒരു വാഹനത്തിൽ വന്ന് ഒരാൾ ഒരു അക്കൗണ്ട് നമ്പറും കുറച്ച് പണവും തന്നിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആരും ചെയ്യും. ATM വാഹനമാണ്, ഇറങ്ങാൻ പറ്റില്ല, ഈ പണം ഒന്ന് CDMൽ ഇടാമോ എന്ന് ചോദിച്ചാൽ ആരായാലും ഒരു സഹായം എന്ന രീതിയിൽ ചെയ്യും. ഇനി പണം എവിടെ നിന്നാണ് ഇട്ടതെന്ന് അന്വേഷിച്ച് പോലീസ് വന്നാലും സഞ്ജയ് രക്ഷപ്പെടാനുള്ള വഴി ചെയ്തിരുന്നു. CDM മെഷീൻ്റെ അടുത്ത് എപ്പോഴും കാണുന്നയാൾ സെക്യൂരിറ്റിയാണ്. അയാളോട് പണം ഇടാൻ പറഞ്ഞപ്പോൾ സഞ്ജയ് മാസ്ക് ധരിച്ചിരുന്നു. പോലീസ് അന്വേഷണം എത്തിയാൽ സ്ഥിരമായി അവിടെ കാണാൻ സാധ്യതയുള്ള സെക്യൂരിറ്റിയോട് ചോദിച്ചാൽ പോലും മാസ്ക് ഇട്ട ആളായിരുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അതേപോലെ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണെങ്കിൽ അയാളുടെ മുൻപിൽ മാസ്ക് ഇടേണ്ട കാര്യമില്ല. അയാളെ പോലീസ് കണ്ടെത്താനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളി അപ്രതീക്ഷിതമായി സഹായിക്കുകയും ചെയ്തതോടെ രേഖാചിത്രം ലഭിച്ചു. കുറ്റവാളിയെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ലഭിച്ചു. സഞ്ജയെ പിടികൂടി. എന്നാൽ അതേസമയം സാറയുടെ അന്വേഷണം വ്യത്യസ്തമായിട്ടായിരുന്നു. 3ാമത്തെ മരണം, ഷാഹിനയുടെ മരണം അന്വേഷിക്കുന്നതിനിടയിൽ ലഭിച്ച മുടി ഉപയോഗിച്ചുള്ള DNA പഠനത്തിലൂടെയും കാറിൻ്റെ ഡോറിലെ വിരലടയാളത്തിലൂടെയും കുറ്റവാളിയുടെ കൃത്യമായ ഫീച്ചേഴ്സ് കിട്ടി. സസ്പെക്റ്റ് പുരുഷനാണ്. ശരാശരി ഉയരവും ഭാരവും ഉണ്ടാകും. പ്രായം 33 മുതൽ 35 വരെ. ബ്ലഡ് ഗ്രൂപ്പ് B പോസിറ്റീവ്. ഒരു മുടിയുടെ എങ്ങനെയൊക്കെ പരിശോധിച്ചാലും ഈ വിവരങ്ങളൊന്നും ലഭിക്കില്ല. സാധാരണ മുടിയിൽ നിന്നും കിട്ടുന്നത് 2 തരത്തിലുള്ള DNA ആണ്. മുടിയുടെ റൂട്ടിൽ നിന്നും, അതായത് തലയോടിനോട് ചേർന്നുള്ള മുടിയുടെ ഭാഗത്തു നിന്നും കിട്ടുക ന്യൂക്ലിയർ DNAയും
മുടിയുടെ തണ്ട് ഭാഗത്തു നിന്നും മൈറ്റോകോൺട്രിയൽ DNA കിട്ടുക. ഇതിൽ ന്യൂക്ലിയർ DNA ഉപയോഗിച്ച് പുരുഷനാണോ സ്ത്രീയാണോ എന്ന നിഗമനം കിട്ടുമെന്നതല്ലാതെ പ്രായവും ഉയരവും ഭാരവും ഒന്നും കിട്ടില്ല. അതേപോലെ മുടിയുടെ ഷാഫ്റ്റ് ഭാഗത്തു നിന്നും കിട്ടുന്ന മൈറ്റോകോൺട്രിയൽ DNAയിൽ ജീവനുള്ള കോശങ്ങൾ ഒന്നുമില്ലാത്തതുകൊണ്ട് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് പോലും കണ്ടെത്താൻ കഴിയില്ല. ആകെ കഴിയുന്നത് നിലവിലുള്ള DNA ഡാറ്റാബേസിലെ മറ്റ് DNAകളുമായി മാച്ച് ചെയ്ത് ബന്ധുക്കളെ കണ്ടെത്താൻ മാത്രമേ കഴിയൂ. സിനിമയിൽ പറയുന്ന അത്രയും ഡീറ്റെയിൽസ് ഒന്നും കിട്ടില്ല. മറ്റൊരു കാര്യം, മുടിയുടെ ഫോറൻസിക് പരിശോധനയിൽ കൂടുതലായും കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത് നിലവിലുള്ള DNAയിൽ ഏതിനോടെങ്കിലും മാച്ചിങ് ആണോ എന്നും അതുപോലെ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ആ വ്യക്തി ഉപയോഗിച്ചിട്ടുള്ള കെമിക്കലുകളുടെ സാന്നിധ്യവുമാണ്. അതായത് വല്ല മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയും. പിന്നെ ഷാഹിനയും ആൽബിയും തമ്മിലുള്ള ബലപ്രയോഗത്തിനിടയിൽ ആൽബിയുടെ മുടി കടിച്ചെടുത്തത് കൊണ്ട് മുടിയോടൊപ്പം തലയിലെ കുറച്ച് കോശങ്ങൾ കൂടി ആ കൂടെ പോന്നു എന്നൊക്കെയാണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഉയരവും ഭാരവും ഒന്നും കിട്ടുകയില്ല. പിന്നെ ഫിംഗർ പ്രിൻ്റ് പാറ്റേൺസ് മാച്ച് ചെയ്ത് ഐഡൻറ്റിഫിക്കേഷൻ നടത്താമെന്നതല്ലാതെ ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും കിട്ടില്ല. എന്തായാലും സാറയ്ക്ക് കുറ്റവാളിയെന്ന് സംശയിക്കുന്നയാളിൻ്റെ വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്നു. അതോടൊപ്പം മരണകാരണം ആംഫെറ്റാമൈൻ വിഭാഗത്തിൽ വരുന്ന ആൻറ്റി ഡിപ്രസൻ്റ് മരുന്ന് ഓവർഡോസായി കഴിച്ചതാണ് എന്നതാണ്. പക്ഷേ നീരജ് രവീന്ദ്രൻ്റെ മരണശേഷം കാണിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന രാസവസ്തുക്കൾ ഇതൊക്കെയാണ്: ബെൻസോഡയാസോപൈൻസ്, ഫീനോതയാസിൻസ്, പ്രൊപ്പഫോൾ, ബാർബിറ്റ്യൂറേറ്റ്സ്, ആൽക്കലോയിഡ്സ്, ട്രയാസിൻസ്. അതുപോലെ സിനിമയിൽ കാണിക്കുന്ന ആൻറ്റി ഡിപ്രസൻ്റ് മരുന്ന് വെൽബ്യൂട്രീൻ XL എന്ന ബ്രാൻഡ് പേരിൽ അറിയപ്പെടുന്ന ബ്യൂപ്രോപ്പയോൺ ഹൈഡ്രോക്ലോറൈഡ് എന്ന ഡ്രഗാണ്. ആദ്യം പറഞ്ഞ കെമിക്കൽസും ഈ പറഞ്ഞ ആൻറ്റി ഡിപ്രസൻ്റ് മരുന്നും പക്ഷേ ആംഫിറ്റാമിൻ കാറ്റഗറിയിൽ വരുന്നതല്ല. സിനിമയിൽ ഒരിടത്ത് പോലും ആംഫിറ്റാമിൻ വിഭാഗത്തിലെ ഒരു മരുന്നും കാണിക്കുന്നില്ല. പക്ഷേ താലങ്ങും വിലങ്ങും പറയുന്നുണ്ട്. ഇതൊരു മിസ്റ്റേക്കായി തോന്നി. എന്തായാലും നിലവിൽ സാറയുടെ അന്വേഷണത്തിൽ കുറ്റവാളിയുടെ ഒരുപാട് പ്രത്യേകതകളും മരണകാരണമായ മരുന്നും അതോടൊപ്പം പ്രൊപ്പഫോൾ എന്ന കെമിക്കലിൻ്റെ പ്രാധാന്യവും മനസ്സിലാവുന്നുണ്ട്. മരണപ്പെടുന്നതിന് മുൻപ് സിയാൻ അയച്ച ഓഡിയോ മെസ്സേജിൻ്റെ അവസാനത്തെ ഭാഗം സിയാൻ ഒരുപാട് പരിചയമുള്ള ആരുടെയോ ആണെന്ന് സാറ മനസ്സിലാക്കും. ശേഷം ആ സംശയം ആൽബിയിലേക്ക് നീങ്ങും. പലപ്പോഴായി ആൽബിയുടെ ഫിംഗർ പ്രിൻറ്റും DNAയും ശേഖരിച്ച് ഷാഹിനയുടെ ഡെഡ് ബോഡി കിടന്ന കാറിൽ നിന്നും കിട്ടിയ ഫിംഗർ പ്രിൻറ്റും മുടിയിലെ DNAയുമായി മാച്ചിങ് ആണോ എന്ന് നോക്കും. ഫിംഗർ പ്രിൻറ്റ് മാച്ചിങ് ആവില്ല, പക്ഷേ DNA മാച്ചിങ് ആയി കിട്ടും. അതോടെ ആൽബിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് മനസ്സിലാക്കിയ സാറ ആൽബിയെ കൊല്ലും. അപ്പോഴും ആൽബി സിയാനെ കൊല്ലാനുള്ള കാരണം സാറയ്ക്ക് അറിയില്ലായിരുന്നു. അതുപോലെ ആൽബിയുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്നും സാറയ്ക്ക് അറിയില്ലായിരുന്നു. ആ അന്വേഷണം തുടരും. ഈ പ്രൊപ്പഫോൾ എന്ന രാസവസ്തു ഉള്ളിൽ ചെന്ന് മരണപ്പെട്ടവരുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ ഒരാൾ മരണപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാകും. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ജെസിയുടെ വിവരങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന പ്രൊജക്റ്റിനെ കുറിച്ച് സാർ മനസ്സിലാക്കും. അതിൽ ഉൾപ്പെട്ടിരുന്ന സഞ്ജയ് ഹെഗ്ഡയുടെ അഡ്രസ്സ് മെഡിക്കൽ കോളേജിൽ നിന്നും സംഘടിപ്പിച്ച് ആ സ്ഥലത്തേക്ക് സാറ ചെല്ലും. അപ്പോഴേക്കും പോലീസും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 വ്യത്യസ്തമായ രീതികളിലൂടെ അന്വേഷിച്ച് പോലീസും സാറയും പ്രതിയെ കണ്ടെത്തും. ത്രില്ലർ സിനിമകൾ ഒന്നൊഴിയാതെ തിയേറ്ററിൽ കാണുന്ന ഞാൻ അനോമി കണ്ടപ്പോൾ വിഷ്വലി ഏറ്റവും ഗംഭീരമായി തോന്നിയത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് നടക്കുമ്പോൾ കാണിക്കുന്ന CGI വിഷ്വൽസ് ആയിരുന്നു. വലിയ സ്ക്രീനിൽ കാണേണ്ടത് തന്നെയായിരുന്നു അത്. അതുപോലെ കാണുമ്പോൾ വളരെ ചെറുതെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും സിനിമയിൽ മാക്സിമം ഡീറ്റെയിൽസോട് കൂടി തന്നെ ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നീരജിൻ്റെ മൃതദേഹം കാണിക്കുന്നത് ഒരു കട്ടിൽ കിടത്തിയതുപോലെയാണ്. ഫോറൻസിക് അസിസ്റ്റൻ്റ് പറയുന്നുണ്ട് ബോഡി സ്റ്റെയറിൽ ഇരിക്കുന്നത് പോലെയായിരുന്നു ഇവിടെ കിടത്തിയതാണെന്ന്. ശ്രദ്ധിച്ചു നോക്കിയാൽ ബോഡി കിടത്തിയിരിക്കുന്നത് കട്ടിലല്ല, അതിന് മുകളിൽ വെച്ചിരിക്കുന്ന ഒരു സ്ട്രെച്ചറിലാണെന്ന് വ്യക്തമാവും. സാറ നടന്നു വരുമ്പോൾ തുറന്നിട്ടിരിക്കുന്ന ഒരു ആംബുലൻസും ആ വീടിൻ്റെ മുറ്റത്ത് കാണാം. ആ ആംബുലൻസിൽ നിന്നും എടുത്ത സ്ട്രെച്ചറിലാണ് ബോഡി കിടത്തിയിരിക്കുന്നത്. കട്ടിലിൽ കിടന്ന ബെഡ് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ നീരജിൻ്റെ ബോഡിയുടെ ഫോറൻസിക് റിപ്പോർട്ടിൽ 174 സെൻറ്റിമീറ്റർ ഉയരമെന്നും 58 കിലോഗ്രാം തൂക്കമെന്നും പറഞ്ഞിട്ടുണ്ട്. അതൊരു മെലിഞ്ഞയാളുടെ ശരീരഘടനയാണ്. നീരജിൻ്റെ ശരീരം മെലിഞ്ഞതായിരുന്നു. അപ്പോൾ ഈ ഹൈറ്റും വെയിറ്റും ചേരുന്ന രീതിയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. 1 സെക്കൻഡ് സമയത്തേക്ക് കാണിക്കുന്ന കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധയോടെ ചെയ്തിട്ടുണ്ട്. നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് അനുഭവിച്ചവർ മരണപ്പെട്ട ആ നിമിഷം അവർക്കുണ്ടായ അനുഭവത്തിൽ അവരൊരു തുരങ്കത്തിലൂടെ കടന്നുപോയെന്നും ഭാരമില്ലാത്തതുപോലെ തോന്നിയെന്നും തുരങ്കത്തിൻ്റെ അവസാനം അകലെ വെളിച്ചം കണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നീരജ്, സിയാൻ, ഷഹീന എന്നിവരുടെ കോൺഷ്യസ്നെസ്സിനെ ഡിജിറ്റലി സേവ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇതേ കാഴ്ചകൾ അവരും കണ്ടതായി സഞ്ജയ് മനസ്സിലാക്കിയിരുന്നു. ഇതെല്ലാം കൺസിസ്റ്റൻ്റായി അവതരിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട് സിനിമയിൽ. സിനിമയുടെ അവസാനം സാറ തൻ്റെ കാറും ഓടിച്ച് ഒരു തുരങ്കത്തിലൂടെ പോകുന്നു. ഇരുട്ടിൻ്റെ അവസാനം അകലെ വെളിച്ചം കാണുന്നു. സിനിമ അവസാനിക്കുന്നു. സിനിമയുടെ അവസാനത്തെ ഷോട്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാമായിരുന്നു. പക്ഷേ ഈ ഒരു ടണൽ ബ്രൈറ്റ് ലൈറ്റിലൂടെ തീരുന്നത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അനുഭവിച്ചവരുടേതിന് സമാനമായിട്ടാണ്.
അനോമി എന്ന വാക്കിൻ്റെ അർത്ഥം സമൂഹത്തിലെ സാധാരണ നിയമങ്ങൾ ഇനി ബാധകമല്ല എന്ന് തോന്നൽ, എന്താണ് ശരിയെന്നോ തെറ്റെന്നോ ആളുകൾക്ക് അറിയാത്ത അവസ്ഥ, ജീവിത ലക്ഷ്യം, സാമൂഹികമായ ഒത്തുചേരൽ അല്ലെങ്കിൽ ദിശാബോധം എന്നിവ നഷ്ടപ്പെട്ട അവസ്ഥയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. പെട്ടെന്ന് ജോലി, കുടുംബത്തിൻ്റെ സപ്പോർട്ട്, സാമൂഹികമായ വ്യക്തിത്വം എന്നിവ നഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇനി ഒന്നിനും ഒരു അർത്ഥവുമില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്നൊക്കെയുള്ള തോന്നലുകളിലെത്തിക്കും. ഇത് അനോമി എന്ന അവസ്ഥയ്ക്ക് ഒരു ഉദാഹരണമാണ്. ഇത് ഡിപ്രഷനല്ല, പകരം സാമൂഹികവും വ്യക്തിപരവുമായി ഉണ്ടാകുന്ന ഒരു ദിശാബോധ നഷ്ടമാണ് അനോമി. സിനിമയിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും മാനസികമായി ഈ ഒരു അവസ്ഥയിലാണ്, അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിലുമാണ്. എനിക്ക് ഈ സിനിമ ഒരിടത്തു പോലും ലാഗ് അനുഭവപ്പെട്ടില്ല. ഇത്തരം സയൻസ് ഫിക്ഷൻ സിനിമകൾ ഇഷ്ടമുള്ളത് കൊണ്ടുകൂടി ആയിരുന്നേക്കാം അത്. ആകെ ഒരു പ്രശ്നം തോന്നിയത് എഡിറ്റിങ്ങിലാണ്. തുടക്കത്തിൽ പലയിടത്തും സന്ദർഭങ്ങൾ ഒരു ദിവസം നടക്കുന്നതാണോ അതോ പല ദിവസങ്ങളിൽ നടക്കുന്നതാണോ എന്ന് വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമയ്ക്ക് തിയേറ്ററിൽ കൂടുതൽ സ്വീകാര്യത കിട്ടിയെന്നറിയില്ല, പക്ഷേ സയൻസ് ഫിക്ഷൻ ഭാഗങ്ങൾ ജനറൽ ഓഡിയൻസിന് കുറച്ചുകൂടി മനസ്സിലാകുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിരുന്നു. അനോമിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനുള്ള അറിവും കമൻറ്റായി ചേർക്കൂ. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.